മക്കളെ, ഇന്ന് നമുക്ക് മധുഋതു എന്ന കവിതയുടെ മലയാളം സമ്മറി നോക്കാം. ഇവിടെ കവി 2 ദിവസത്തേക്ക് മാത്രം വഴിതെറ്റി വന്ന ഒരു കുസൃതി പെണ്ണിനെ പോലെയാണ് വസന്തകാലത്തിനെ പറഞ്ഞിരിക്കുന്നത്. അതായത് 2 ദിവസത്തേക്ക് എന്ന് കവി അർത്ഥമാക്കുന്നത് അല്പകാലത്തേക്ക് മാത്രം, കുറച്ച് സമയത്തേക്ക് മാത്രമാണ്, കുറച്ച് കാലത്തേക്ക് മാത്രമാണ് വസന്തകാലം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് 2 ദിവസത്തേക്ക് വഴിതെറ്റി വന്ന കുസൃതി പെണ്ണായിട്ട് ഇവിടെ വസന്തകാലത്തിനെ കവി പറയുന്നു. വഴിതെറ്റിയതിലുള്ള ദുഃഖവുമായി വന്നിരിക്കുന്ന ഈ വസന്തമാകുന്ന കൂട്ടുകാരിക്ക് താമസിക്കുവാൻ വേണ്ടി കവി ഒരു വള്ളിക്കുടിൽ നിർമ്മിച്ചു നൽകും എന്നാണ് കവി പറയുന്നത്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഈ അഭയകേന്ദ്രം ഒരു പ്രേമത്തിൻ്റെ സ്വപ്ന കൂടാരമായിരിക്കും. എന്നാൽ ഇതിനെ ആർക്കും ചെന്നെത്തി കണ്ടെത്തുവാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും കവി നിർമ്മിക്കുക എന്ന് കൂടി പറയുന്നു. അതായത് ആ സ്വപ്ന കൂടാരം മറ്റാർക്കും ചെന്നെത്തി കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു പ്രേമ കൂടാരം കവി നിർമ്മിക്കുമെന്ന് പറയുന്നു. കവി പറയുകയാണ്, അല്ലയോ ഉണങ്ങിയ പുൽനാമ്പുകളെ, നിങ്ങൾ ഇനി ഇവിടെ തങ്ങേണ്ടതില്ല. അതായത് പ്രേമവികാരങ്ങളില്ലാത്തവർ ഇവിടെ നിൽക്കേണ്ടതില്ല, പ്രേമവികാരങ്ങളുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നാണ് കവി പറയുന്നത്. നിങ്ങൾ വനത്തിലെ ഇലപൊഴിച്ചിലിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയാലും, അതായത് നിങ്ങളിനി പ്രേമവികാരങ്ങളില്ലാത്തവരായിരിക്കുന്നു, ഉണങ്ങിയവരായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണങ്ങിയ ആ ഇലകൾക്ക് ഇടയിലേക്ക് തന്നെ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് വസന്തകാലത്തെ ഒരിക്കലും എതിരേൽക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് വസന്തകാലം വന്നു എന്ന് കരുതിയിട്ട് വസന്തത്തിനെ എതിരേൽക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയുകയില്ല. അതായത് നിങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഉണങ്ങിക്കഴിഞ്ഞവർ ഒരിക്കലും പുഷ്പിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളെ ഇനി ആർക്കും കാണിക്കേണ്ട, നിങ്ങൾ ഇല പൊഴിയുന്ന കാലത്ത് പൊഴിഞ്ഞു വീണ് താഴെ കിടക്കുന്ന ശുഷ്കമായ ഇലകളോട് ചേർന്നാലും എന്ന് കവി പറയുന്നു. നിങ്ങൾ ജീവനില്ലാത്തവയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വസന്തകാലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനോ വസന്തകാലത്ത് സന്തോഷമായിട്ടിരിക്കാനോ പ്രേമനിർഭരമായിട്ട് കഴിയാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. നിങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞവരായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പുഷ്പിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും മാറിപ്പോയാലും എന്നാണ് കവി പറയുന്നത്. കവി ഉണ്ടാക്കുന്ന പ്രേമത്തിൻ്റെ സ്വപ്നക്കൂടിൽ നിർമ്മലവും നിഷ്കളങ്കവുമായ പ്രേമവികാരങ്ങളുള്ളവർക്ക് മാത്രമാണ് വസിക്കാൻ സാധിക്കുക. പ്രേമവികാരങ്ങളില്ലാത്ത മനുഷ്യർ ഉണങ്ങിയ പുൽനാമ്പ് പോലെയാണ് എന്നാണ് കവി ഈ കവിതയിലൂടെ പരാമർശിക്കുന്നത്. വസന്തം വന്നതോടെ എൻ്റെ മനസ്സ് സന്തോഷഭരിതമായി തീർന്നിരിക്കുന്നു. ഇനി എൻ്റെ മനസ്സിൽ ദുഃഖങ്ങൾക്ക് സ്ഥാനമില്ല. ഈ അവസ്ഥയിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഃഖങ്ങൾ മാറി സന്തോഷം നിറഞ്ഞ ഈ അവസ്ഥയിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയ എൻ്റെ ജീവിതത്തിൽ വൃക്ഷങ്ങളിലെ തളിരിലകൾ വസന്തകാലത്തിൻ്റെ ആഗമനത്തിൽ സന്തോഷം കൊണ്ട് രോമാഞ്ചമണിയുന്നു. ഈ എൻ്റെ ചെറുലോകം ആർക്കും ഒരു വിരസതയ്ക്കോ ദുഃഖത്തിനോ കാരണമാകുകയില്ല എന്നാണ് കവി പറയുന്നത്. കാരണം കവി അതീവ സന്തോഷത്തിലാണ്. സന്തോഷത്തിലായ എൻ്റെ കൂടെ ഇനി എല്ലാവരും സന്തോഷിക്കും. അല്ലാതെ ആരും ഇനി എൻ്റെ ദുഃഖം കണ്ട് ദുഃഖിക്കുകയില്ല. ഭൂമിയിൽ പൂനിലാവ് പരക്കും. പ്രകൃതിയുടെ ഓരോ അണുവിലും ഇനി അന്തരീക്ഷം സന്തോഷത്തിൻ്റെ മുത്തുമണികൾ വർഷിക്കുമെന്നാണ് കവി പറയുന്നത്. ഏകാന്തതയിൽ, നിശബ്ദതയിൽ ആരും അറിയാതെ സ്വയമായി സംഭവിക്കുന്ന നവസൃഷ്ടിയുടെ ഈ സംഭവങ്ങൾക്ക് ആരും ഒരു തടസ്സവും ഉണ്ടാക്കരുത്. പകരം ഓരോരുത്തരും തങ്ങളുടെ പക്കലുള്ള സുന്ദരമായ കഴിവുകളെ, തങ്ങളുടെ പക്കൽ എന്താണോ സുന്ദരമായിട്ട് സൗന്ദര്യവത്തായിട്ടുള്ളത്, അതെന്തൊക്കെയാണോ ഉള്ളത്, അതിനെ വസന്തം വരുമ്പോൾ ഉണ്ടാകുന്ന ആ പുതിയ സംഭവങ്ങൾക്ക് മനോഹാരിത കൂട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മനോഹരമായ കഴിവുകൾ കൂടി നൽകേണ്ടതാണ് എന്ന് കവി പറയുന്നു. കവിയെയും കവിയുടെ കാമുകിയെയും ആരും ശല്യം ചെയ്യരുത്. അവരുടെ
സ്നേഹപരമായിട്ടുള്ള ഈ ഒരു സമയത്തിലേക്ക് ആരും തന്നെ തടസ്സം സൃഷ്ടിക്കരുത് എന്നാണ് കവി പറയുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലാവരും നൽകുവാൻ തയ്യാറാകണം എന്നൊരു ധ്വനിയും ഇതിലൂടെ കവി നൽകുന്നു. ഇലപൊഴിയൽ, അതുപോലെ തന്നെ തളിരിലകൾ ഉണ്ടാകൽ, സുഗന്ധവാഹിനികളായ പുതുപൂക്കൾ വിരിയൽ, വസന്തത്തിലെ കാറ്റ്, സൂര്യോദയം, പൂർണ്ണചന്ദ്രൻ, നിലാവ്, അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന മഞ്ഞുകണങ്ങൾ തുടങ്ങിയവയെ കവിതയിൽ വളരെ വിശേഷമായ ഭാവനയോടെയാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത്. ഛായാവാദി കവിതകൾ ജീവിതത്തിന് ആശയും പ്രതീക്ഷയും നൽകുന്നവയാണ്. മനസ്സിലെ ദുഃഖങ്ങളെ ദൂരെയകറ്റി ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കുവാൻ നാം പ്രകൃതിയെ സ്നേഹിക്കണം എന്നൊരു സന്ദേശം കൂടി ഈ കവിതയിലൂടെ കവി ജയശങ്കർ പ്രസാദ് നമുക്ക് നൽകുന്നു. അതാണ് നമ്മുടെ മധുഋതു എന്ന കവിതയുടെ മലയാളം സമ്മറി. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.